നിങ്ങൾ യഥാർത്ഥത്തിൽ ശബരിമലയുടെ വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി കോൺട്രിബ്യൂട്ട് ചെയ്യലല്ലേ ആവശ്യം? എന്തിനാണ് പുതിയൊരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമുക്ക് അവിടെ പോയി ചോദിച്ചൂടെ? അതിനുള്ളൊരു അവസരമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആർ.വി. ബാബു? അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ? ആരാണ് ഇവിടെ എത്ര വലിയ ഗസ്റ്റ്? ഞങ്ങൾ ഈ ചോദ്യം എത്രയോ കാലമായി ചോദിക്കുന്നു, അതിനൊരു മറുപടി കിട്ടിയിട്ടില്ലല്ലോ. ഇനി അവിടെ പോയി ചോദിച്ചിട്ട് ഞങ്ങളെ പോലീസ് കേസിൽ പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാനോ? ഓക്കെ, ശരി. അങ്ങനെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടിയിട്ട് വന്നു ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എന്നൊരു കേസ് എടുക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട്. കാരണം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സംഗമത്തിന്റെ നിങ്ങൾ പറഞ്ഞതുപോലെ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? അത് ആ സംഗമത്തിനു ശേഷം ഒരു പ്രമേയമെങ്കിലും ഉണ്ടാവുകയും അതിലെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല അതിനെ ഒരു പ്രതിഷേധ സംഗമം എന്ന നിലയിൽ കണ്ടാൽ മതിയോ? അപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കുറച്ചുപേര് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യാനാണ് പരിപാടി? അത് ജനങ്ങൾ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എന്താ? ഞങ്ങൾക്ക് സർക്കാരിന് സമർപ്പിക്കാം. ഞങ്ങൾ ആ വിഷയം സമർപ്പിക്കാനാണെങ്കിൽ നാളെ പോയി സർക്കാരിന് സമർപ്പിച്ചുകൂടായിരുന്നു എന്നാണ് ചോദ്യം. ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അരുൺ. ഞാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ തന്ന സമയം വളരെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് എനിക്ക് പറയാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അരുൺകുമാർ പറയുണ്ടായി ഇവർ കൊടുത്ത അഫിഡാവിറ്റ് ഇല്ലാത്ത അഫിഡാവിറ്റ് എങ്ങനെ പിൻവലിക്കാന്ന്. അതെന്താ അരുൺകുമാർ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അഫിഡാവിറ്റ് ഉണ്ട് സുപ്രീം കോടതിയിൽ. അല്ല അങ്ങ് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങ് തെറ്റാണെന്ന് പറയേണ്ടതായിരുന്നു. അങ്ങത് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേക്കാം. തലമറന്ന് എന്നെ തേക്കണ്ട. അരുൺകുമാർ ഞാൻ ചോദിക്കുന്നത്, അരുൺകുമാർ എന്ന് കൊടുത്ത സത്യവാങ്മൂലം, LDF എന്ന് കൊടുത്ത സത്യവാങ്മൂലം, LDF രണ്ടാമത് കൊടുത്ത സത്യവാങ്മൂലം ശ്രീ ആർ.വി. ബാബു അതിനുശേഷം എന്നാൽ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നിങ്ങളുടെ 2007 കൊടുത്ത അഫിഡാവിറ്റ് നിലവിലുള്ളൂ. 2007 ശേഷം കൊടുത്തൊരു അഫിഡാവിറ്റും ഇല്ല. LDF സർക്കാർ രണ്ടാമത് അഫിഡാവിറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത് ജയദേവ് ഗുപ്ത സർക്കാരിന് വേണ്ടി? ഞങ്ങൾ 2007 കൊടുത്ത അഫിഡാവിറ്റിനെ റിലയൻസ് ചെയ്യാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിനെയാണ് ആശ്രയിക്കുന്നത് എന്നും. There is only one affidavit from LDF government. അതെ, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാസ്തവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. പെറ്റി കേസ് മുതൽ എല്ലാം ക്രിമിനൽ കേസാ. അത് പിൻവലിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വിഴിഞ്ഞം കേസിൽ സർക്കാർ എത്ര കേസ് പിൻവലിച്ചു? CAA കേസിലെ കേസ് സർക്കാർ എത്ര പിൻവലിച്ചു? പിൻവലിക്കാൻ പറ്റില്ല. വാഹനങ്ങൾ തല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല. ഭക്തജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. പോലീസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ പറ്റില്ല. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ, ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വാഹനം തല്ലി പൊളിച്ചവരാണോ? പല കേസുകളും എഴുതിത്തള്ളി എന്നുള്ളതാണ്. അരുൺ തെറ്റാണ്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്റെ കൂടെ ഈ കഴിഞ്ഞ മാസം കൂടി വെറും പെറ്റി കേസില് കോടതി കയറി ഇറങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങൾ അവസാനം പേഴടച്ചിട്ടാ പേഴടച്ചിട്ട് തീർക്കുകയാണ് ചെയ്തത്. കാരണം ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വേദന കാണാൻ കണ്ണില്ലായിരുന്നു. സർക്കാരിന്റെ വ്യാഖ്യാനിക്കരുത്.